ഈ കഥേനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ശ്രീനിവാസൻ പറഞ്ഞതാണ്, നമുക്ക് ഇന്നത്തെ 2018 ചെറുപ്പക്കാരൻ, പ്രത്യേകിച്ചും നാട്ടിൻപുറത്ത് പഠിച്ച പണി ചെയ്യാൻ മടിയുള്ള ഒരു ചെറുപ്പക്കാരനെ ചുറ്റിപ്പറ്റി അവനിലൂടെ നമുക്കൊരു യാത്ര നടത്തിയാൽ കഥയായി എന്നുള്ളതാണ്. അവർ സാമ്പ്രദായിക കഥയ്ക്ക് പകരമായിട്ട് ഒരു കഥാപാത്രത്തിലൂടെ നടത്തുന്ന യാത്രയാണ് സിനിമ പ്രകാശൻ. അതുകൊണ്ടാണ് പലപ്പോഴും പല കഥാപാത്രങ്ങളും അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു പോകുന്നത്. തുടക്കത്തിൽ കണ്ട കഥാപാത്രങ്ങളല്ല പിന്നെ കാണുന്നത്. ഇൻ്റർവെല്ല് വരെ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ കുറച്ച് പേര് ഇൻ്റർവെല്ലിന് ശേഷം വരുന്നുള്ളൂ. അപ്പോൾ ഓരോരോ ചെറിയ അവൻ്റെ സംഭവങ്ങളിലൂടെ ഈ കഥാപാത്രത്തിനുണ്ടാകുന്ന പരിണാമമാണ് കഥ. ഫഹദ് ഫാസിലിനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ്. ഞാൻ ഫഹദ് ഫാസിലിനെ ഞാൻ ശരിക്കും ആദ്യം നോട്ട് ചെയ്യുന്നത് കേരള കഫേ എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് ചെയ്തൊരു സിനിമ ഉണ്ടാണ്. അതിൽ 10 മിനിറ്റിൻ്റെ കുറേ ഷോർട്ട് സ്റ്റോറീസാണ്. അതിൽ മൃത്യുഞ്ജയ എന്ന മറ്റ പേരിൽ ഒരു ചെറിയൊരു റിമാക്കല്ലെങ്കിലും ഫഹദും കൂടി അഭിനയിക്കുന്ന ആ സിനിമ കണ്ടപ്പോഴാണ് ഫഹദിൻ്റെ ലുക്സ്, ഫഹദിൻ്റെ കണ്ണിലുണ്ടാകുന്ന ചലനങ്ങളൊക്കെ ഞാൻ കണ്ടത്. അന്ന് തന്നെ ഫഹദിലെ ഒരു നടനെ ഞാൻ കണ്ടപ്പോൾ ആദ്യത്തെ സിനിമയിൽ ഒരു പക്വതയില്ലായ്മ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഇവൻ്റെ ഈ വരവിൽ നമ്മൾ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നതാണ്. അപ്പം അതിനുശേഷം ഫഹദിൻ്റെ ധാരാളം പടങ്ങൾ എന്നെ വളരെ കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സിനിമയിൽ ഓരോരുത്തർ അഭിനയിക്കുമ്പോൾ അഭിനയിക്കുന്ന ആളുടെ ടാലൻറ്റ് നമുക്ക് കണ്ട ഒരു സീനാണെങ്കിലും കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഫഹദ് എന്ന് പറയുന്ന നടൻ ഏത് കഥാപാത്രങ്ങളും യോജിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഫഹദിൻ്റെ അപ്പിയറൻസിന് അപ്പുറത്തേക്ക് മാറാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ചാപ്പ കുരിശ് കണ്ട ആളല്ല വേറൊരു സിനിമ അയ്മനം സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് തൊണ്ടുമേലെ ആൾ. അപ്പോൾ എനിക്ക് ഫഹദ് ഫാസിലിനെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് പടം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണ്. അപ്പം ഇങ്ങനൊരു ക്യാരക്ടർ വന്നപ്പോൾ പണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മോഹൻലാലിനെയാണ് അന്ന് നമ്മൾ ചിന്തിക്കാറ്. കാര്യം അന്നത്തെ ഒരു യങ്സ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീട് കൂടി ഒഴിപ്പിക്കാൻ നടക്കുന്ന ഒരാൾ, അതല്ലെങ്കിൽ മുരളി എന്ന് പറഞ്ഞ വരവേൽപ്പിലെ ആൾ. ലാലിൻ്റെ ഏജും അന്നത്തെ ഇമേജും ഒക്കെ അതിന് ഗുണം ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇന്ന് അത്തരം ഒരു ചെറുപ്പക്കാരനെ പ്ലേസ് ചെയ്താൽ നമ്മുടെ മുമ്പിൽ ആദ്യം വരുന്നൊരു പേര് ഫഹദ് ഫാസിലിൻ്റെയാണ്. പ്രകാശിൻ്റെ വിഷയം പ്രണയമല്ലല്ലോ സിനിമയിൽ. അവൻ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രണയത്തിന് ഒരു ഉപാധിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവന് വേണമെങ്കിൽ പ്രണയത്തിൽ വീണ് പോവാം. പക്ഷേ നമുക്ക് പിന്നീട് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും സലോമിയുടെ അവന് ഇഷ്ടമായിരുന്നു എന്ന്. കാരണം ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ, ആ ചേച്ചി ഇഷ്ടമായിരുന്നല്ലേ. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ നമുക്ക് തോന്നും ഇവരുടെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവൻ വേറൊരു ഉദ്ദേശത്തിലാണല്ലോ അവളെ പ്രേമിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആലോചിച്ചത് ഈ സിനിമയിൽ ഒരു പ്രണയം വേണ്ട എന്ന് തന്നെയാണ്. ഒരു സിൻസിയറായിട്ടുള്ള പ്രണയകഥ എന്തായാലും ഇതിൽ വേണ്ട. അതിപ്പോൾ ഇന്ത്യൻ പ്രണയകഥയിലും ആ പ്രണയം ഉണ്ടായിരുന്നില്ല. പ്രണയമെന്ന് പറയുന്നത് ഇല്ല, നമ്മളറിയാതെ മനസ്സുകൾ തിരിച്ചറിയുന്ന വികാരമാണ് പ്രണയം എന്ന് പറയുന്നത്. ഐ ലവ് യു എന്ന് പറയണമെന്നില്ല, ഒരാൾക്ക് നമ്മളോടുള്ള കെയർ മതി ഇത് പ്രണയമാണെന്ന് തിരിച്ചറിയാനായിട്ട്. അപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനെയാണ്. നമ്മൾ പറയുന്നത് സലോമിയുടെ കഥയല്ല, നമ്മുടെ നായകൻ പ്രകാശൻ മാത്രമാണ്. പ്രകാശൻ അറിയേണ്ട വിഷയങ്ങൾ മാത്രമേ നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നുള്ളൂ. അവർക്ക് ആ വീട്ടിൽ വേറെ വലിയ ഇഷ്യൂസ് ഉണ്ടാവാം, മനസ്സിലായില്ല. അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. കാരണം അത് മുഴുവൻ പ്രകാശനിൽ നിന്ന് വിട്ടുപോകും. എനിക്ക് പ്രകാശൻ്റെ കഥ പറയാൻ ആവശ്യമുള്ള സമയത്ത് മാത്രമേ സലോമി ഉപയോഗിച്ചുള്ളൂ. അവൾക്ക് അവളുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഒരുപാട് ഉണ്ടാവും. ഞാനത് ആലോചിച്ചു, അതൊക്കെ അത്തരം ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കൊടുക്കണമെന്നുള്ളത്. അതൊരു കഥാപാത്രത്തിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാവുന്നതിനപ്പുറത്ത് കഥയ്ക്ക് പ്രത്യേകിച്ച് ഗുണങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ അവളങ്ങനെ നിഖില വിമൽ എന്നുള്ള കുട്ടിയെ ആ കാസ്റ്റ് ചെയ്ത് തന്നെ ഇവളൊരിക്കലും പറ്റിക്കില്ല എന്ന് തോന്നുള്ളൂ. അവനെ കാണുമ്പോൾ, ആ ക്യാരക്ടറെ കാണുമ്പോൾ ഇവളൊരിക്കലും അവനെ പറ്റിക്കില്ല. ഇവൾ പറ്റിക്കില്ല എന്ന് തോന്നി അത്രയും സിൻസിയറായിട്ട് നിന്നോടത്തുനിന്ന് ഒരു പറ്റിക്കൽ ഉണ്ടാകുമ്പോഴാണ് ഓഡിയൻസിന് തമാശ ഉണ്ടാകുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് ആ സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആൾക്കാരെ പ്രഡിക്റ്റ് ചെയ്യാൻ തുടങ്ങും ഇവളൊരു കല്യാണം, ഇവൻ കള്ളനാണല്ലോ, അതുകൊണ്ടാണ് നമുക്ക് അതിൽ സങ്കടമില്ലാത്തത്. ഇവളെ കല്യാണം കഴിച്ച് അവിടെ പോയിട്ട് ഇവളെ ഡൈവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനാണ്. അവളെ ഏത് നിമിഷത്തിലും ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന ഒരുത്തനാണ്. അവനോട് ഇവളിങ്ങനെ ചെയ്താൽ ഓഡിയൻസിന് വലിയ പ്രയാസമില്ല. അത് കാരണം പ്രകാശന് കിട്ടേണ്ട ഒരു അടിയായിരുന്നത്. അവളുടെ ന്യായീകരണങ്ങൾ പറയണ്ടാവും, ഞാൻ അതിലേക്ക് പോയിട്ടില്ല എന്ന്. ഇതിൽ കഥാപാത്രങ്ങൾ ധാരാളമുണ്ട്. ഇതിൽ വിഷയത്തിന് പുതുമയുണ്ടായി എന്ന് മാത്രമാണ്. അതായത് ബാക്കി എല്ലാ കഥകളിലും നമുക്ക് ഒരു പ്രണയത്തിലേക്കുള്ള ചൂണ്ടുവിരലുകളുണ്ടാവും. ഇതൊരു പ്രണയത്തിലേക്കുള്ള ചൂണ്ടുവിരൽ പോലുമില്ല. ഇപ്പോൾ ശ്രുതി എന്ന കഥാപാത്രം പോലും ഇവൻ്റെ ഫ്രണ്ടാണ്. ആ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ നാളെ പ്രണയമായി മാറുമെന്ന് നമുക്കറിഞ്ഞൂടെ. എനിക്കറിഞ്ഞൂടാ, ശ്രീനിവാസൻ അറിഞ്ഞൂടാ. നാളെ ചിലപ്പോൾ അവർ നമ്മൾ പ്രണയത്തിലാവും. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഇല്ല.
ശ്രുതിയെ കാണുന്നൊരു ഇൻസ്പിറേഷനാണെന്ന് മാത്രമേ അവൻ പറയുന്നുള്ളൂ. അത്തരം സൗഹൃദങ്ങൾ ധാരാളം ഉണ്ടല്ലോ നമുക്ക്. പ്രണയത്തിൻ്റെ സൗഹൃദത്തിനും ഇടയിലുള്ള ഒരുപാട് റിലേഷൻഷിപ്പുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രണയമാവാം, പ്രണയമല്ലായിരിക്കാം. അപ്പം ഇതിലെ ഏറ്റവും വലിയ പുതുമ എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശന് ആവശ്യമുള്ള കഥാപാത്രങ്ങൾ, അവൻ ഇടപഴകുന്ന കഥാപാത്രങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ഒരു 4 അതിരുകളുള്ള ഒരു കഥ നിർമ്മിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അതാണ് ഇതിൻ്റെ നോവൽറ്റി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാനും ശ്രീനിവാസനും ചെയ്തിട്ടുള്ള പണ്ടത്തെ കഥകളിലെല്ലാം ഒരു ആദ്യമധ്യാന്ത ഒരു ഫ്രെയിം ഉണ്ടാവും. ഇത് ആ ഫ്രെയിമിന് ഉള്ളിലേക്ക് അപ്പുറത്തേക്ക് പ്രകാശം നമ്മൾ അയച്ചു വിടുകയാണ് ചെയ്തത്. പ്രകാശിൻ്റെ കൂടെ നമ്മൾ അങ്ങോട്ട് പോയിരിക്കും. അപ്പോൾ പ്രകാശിൻ്റെ പരിണാമം സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവനവിടെ ബംഗാളികളുടെ കൂടെ പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് അവന് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു ഫിനിഷിങ്ങിലാണ് ടീനമോളുടെ ജീവിതം അവന് കൊടുക്കുന്ന തിരിച്ചറിവുകൾ എന്ന് പറയുന്നത്. തൃശ്ശൂർക്കാരുടെ ഒരു പലഹാരമാണ് അച്ചപ്പം കൊള്ളപ്പവും അല്ലേ, അറിയാവുകയൊക്കെ. തൃശ്ശൂർക്കാരുടെ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ തൃശ്ശൂരൊക്കെ എപ്പോഴും ഒരു പള്ളി പെരുന്നാളുണ്ടായാൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുന്ന അച്ചപ്പം കൊള്ളപ്പൊക്കെയാണ്. അത് ഞങ്ങളുടെ ഒരു കൾച്ചറാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്തിട്ടല്ലേ സിനിമ ചെയ്യാറുണ്ട്. അപ്പോൾ ഭാഗ്യദേവത എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അതിലൊരു സീൻ എടുക്കുമ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു, ഇതൊക്കെ തൻ്റെ സിനിമയിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ ഒരു കല്യാണം നടന്ന ദിവസം രാത്രി ബാക്കി വന്ന ഇറച്ചിക്കറിയും സാധനങ്ങളൊക്കെ അയൽവക്കങ്ങളിലേക്ക് പാക്ക് ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു സീനുണ്ടായിൽ കേൾപ്പിച്ചെടുത്തത്. ഇത് ഞാൻ എൻ്റെ വീടുകളിലും എൻ്റെ അയൽവക്കത്തെ വീട്ടിലും കണ്ടിട്ടുള്ള. അപ്പോൾ നമ്മുടെ ഇടത്തരം വീടുകളിലെ സ്ഥിരം സംഭവങ്ങളാണ്. അത്തരമൊരു സംഭവമാണ്. അല്ലാണ്ട് അച്ചപ്പം വെള്ളപ്പം ഉപയോഗിക്കുന്നുണ്ട് നമുക്കൊന്നും തെറ്റൊന്നുമില്ല. ഇപ്പോൾ അതെ അതെ. അത് പിന്നെ വേറൊന്ന്, ഒരു സിഗ്നേച്ചർ ഉണ്ടാവില്ല ഒരു സംവിധായകൻ. ഞാൻ അറിയാതെ സംഭവിക്കുന്ന കുറേ അഭിരുചികളുണ്ടാകും. അതെൻ്റെ സിനിമയിൽ കടന്നു വരും. ഓരോ സിനിമയും നെഞ്ചിരിപ്പോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരിക്കലും അതൊരു ഈസി ആയിട്ടുള്ള പ്രക്രിയയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആകെ കൂടി എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു 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 ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഞാൻ അടുത്ത കാലത്ത് ഫാസിലിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 30-35 വയസ്സിൽ ഞാൻ ചെയ്തിരുന്ന സിനിമകൾക്ക് കൊടുത്തിരുന്നതിൻ്റെ ഇരട്ടി എഫർട്ട് ഞാനിപ്പോൾ ചെയ്യണം. നേരെ തിരിച്ചാണ് നമുക്ക് തോന്നുക. കാരണം ഇത്രയും എക്സ്പീരിയൻസറല്ലേ നമ്മൾ, ഇത്രയും ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടില്ലല്ലേ, ഇതൊക്കെ നമുക്ക് അറിയാലോ എന്ന് ചിലപ്പോൾ എന്നെപ്പോലുള്ള ആൾക്ക് തോന്നാം. അത് വലിയ മണ്ടത്തരമാണ്. നമുക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്നവരാണ് ഇന്നത്തെ യങ് ഡയറക്ടേഴ്സെന്നും ഇന്നത്തെ യങ് റൈറ്റേഴ്സെന്നും നമ്മൾ തിരിച്ചറിയണം. മനസ്സിലായില്ലേ? ഈ ഫിലിം മേക്കേഴ്സിനൊക്കെ കൂടുതൽ ഓഡിയൻസ് അത് പലപ്പോഴും തിരിച്ചറിയാതാകുമ്പോഴാണ് ഇവർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടോളൂ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോഴാണ് തകരാറ് സംഭവിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ആ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് സിനിമ കാണുന്നത്. അപ്പോൾ ഞാനൊരു 30 വയസ്സുകളിൽ എങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്നോ അതിൻ്റെ ഇരട്ടി കൂടുതൽ ചിന്തിക്കുകയും ഇരട്ടി വർക്ക് ചെയ്യുകയും ചെയ്തിട്ടാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഒരു വർഷം തന്നെ തികയാതെ വരുന്നത് ഒരു സിനിമ എടുക്കാൻ. ഈ സമയത്തൊന്നും ഞാൻ റിലാക്സ് ചെയ്യുകയോ ടൂറ് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇരിപ്പിലാണ്. കാരണം അതെൻ്റെ സന്തോഷമാണ്. അപ്പോൾ അത്രയും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. പിന്നെ മറ്റൊന്ന്, ഈ സിനിമ ചെയ്യാത്ത ഫുൾ സമയത്തൊക്കെ ഞാനും ഒരു ഓഡിയനാണല്ലോ. ഇന്നത്തെ ഒരു ഓഡിയനാണ്. ഇപ്പം നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏത് ചെറുപ്പക്കാരനും പോലെ പുതിയ സിനിമകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ഓഡിയനാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്നെയും സ്വാധീനിക്കും, എൻ്റെ മേക്കിങ്ങിനെ സ്വാധീനിക്കും, എൻ്റെ ചിന്തകളെ സ്വാധീനിക്കും. അതൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സ്വയം നവീകരിക്കപ്പെടാൻ ഉപകരിക്കുന്നുണ്ടാവും. അല്ലാതെ ഇതൊന്നും ബോധപൂർവം ചെയ്യുന്നതല്ല. ഞാൻ നാളത്തെ സിനിമ ഇങ്ങനെ ആയിക്കളയാം, ഈ തലമുറയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാനും ശ്രീനിവാസനും ഈ സിനിമേനെ സമീപിക്കാനിരിക്കുമ്പോൾ ദൈവമേ ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടണേ എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സീനുകൾ ഉണ്ടാവുക. നമ്മൾ ഇന്നത്തെ ഒരു ഓഡിയൻ ആണെങ്കിൽ അത് ജനങ്ങൾക്കും ഇഷ്ടപ്പെടുത്തോളും. അതിൻ്റെ തെളിവാണ് പ്രകാശിൻ്റെ വിജയം എന്ന് എനിക്ക് തോന്നി. നമുക്ക് ലോക സിനിമകളെ പറ്റി തന്നെ നിരീക്ഷിച്ചാൽ അറിയാവുന്നതാണ്. പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് ആത്മാവിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് മേക്കിങ്ങിൻ്റെ ദൗത്യം. അതല്ലാതെ നമ്മുടെ അറിവുകൾ കാണിച്ച് വിഭ്രമിപ്പിക്കലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് ടെക്നോളജി വല്ലാതെ വികസിച്ചിട്ടുണ്ട്. ആ ഫുൾ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഓഡിയൻസിനെ വിഭ്രമിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ പലപ്പോഴും നമ്മുടെ മെയിൻ സംഗതിയിൽ നിന്ന് കടന്നു പോകും. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞപ്പോൾ ശങ്കറിൻ്റെയൊക്കെ ചില പടങ്ങൾ നമ്മളെ കുറച്ച് നിരാശപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം ശങ്കർ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിരുന്ന ഡയറക്ടറല്ലേ. ഇപ്പോൾ അതിലെ ടെക്നോളജിയുടെ ഒരു വികാസം അതിൻ്റെ ആത്മാവിനെ പതുക്കെ കളയുന്നുണ്ടെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാനായിട്ട് പറയാം. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ യൂസ് ചെയ്തത് ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാങ്കേതിക യുക്തങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതായത് ഗ്രാഫിക്സ് പോലും ഇതിൽ കുറച്ച് ഷോർട്സിൽ ആ ടെലിഫോൺ സംഭാഷണങ്ങളിൽ ഒഴിച്ച്
കാർ യാത്രയിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ വാട്സപ്പിന്റെ ആ വാട്സപ്പിൻ്റെ അതില്ലാതെ പറ്റില്ലല്ലോ. അതല്ലാതെ ഗ്രാഫിക്സ് പോലും ഇല്ല ഈ സിനിമയിൽ. കാര്യം ഇതൊക്കെ നമ്മൾ ധാരാളം കാണുന്നു. ഒരു കാറ് ഓടിച്ചു പോവുകയാണെങ്കിൽ ഗ്രീൻ മാറ്റിട്ട് ഷൂട്ട് ചെയ്യും. അതൊക്കെ ആളുകൾക്ക് ഇപ്പോൾ തിരിച്ചറിഞ്ഞ് തുടങ്ങി. അപ്പോൾ ഞാനിതിൽ കാർ യാത്രയുണ്ട്. ഇപ്പോൾ ബാഹുലേയൻ്റെ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് വരുന്നും പോകുന്നൊക്കെ കാറിലാണ്. പണ്ടത്തെ രീതിയിൽ വേക്കം ഗ്രീപ്പ് വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്, ക്യാമറ വെച്ചിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഗ്രീൻ മാറ്റൊന്നും യൂസ് ചെയ്തിട്ടില്ല. അത് എസ് കുമാർ എന്ന് പറഞ്ഞ ക്യാമറാമാൻ്റെ ഒരു ബ്രില്യൻസും കൂടിയാണ്. അല്ല, എസ് കുമാറിനെ ഒരു കോംപ്രമൈസും സ്വന്തം വർക്കിൽ ചെയ്യാത്ത ഒരാളാണല്ലോ കുമാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈറ്റും സാധനങ്ങളും കിട്ടാൻ കുമാർ വാശി പിടിക്കും. അതിൻ്റെ ഗുണം സിനിമയിലുണ്ടാവും. അതാണ്. അപ്പോൾ എന്നാൽ അതേസമയം ഷോർട്സ് കണ്ണിൽ നിൽക്കും. അപ്പോൾ നമുക്ക് ചില സിനിമകളിൽ ഷോർട്സ് കണ്ണിൽ നിൽക്കില്ല. ഒരു ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ചിലപ്പോൾ നമ്മൾ കണ്ണിൽ നിൽക്കില്ല. ഞാനത് വളരെ കൂടുതൽ കെയർ ചെയ്യുന്നത്. അത് പുതിയ ആർട്ടിസ്റ്റ് ആയാലും പഴയ ആർട്ടിസ്റ്റ് ആയാലും. ഇതിൽ ഒരുപാട് പുതിയ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഫേസുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്, എക്സ്പ്രഷൻസ് മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോഴാണ് അത് നമ്മുടെ മുകളിലേക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു റിതമുണ്ട്, അതറിയാതെ വന്ന് ചേരുന്നതാണ്. അപ്പോൾ എൻ്റെ എഡിറ്ററുടെയും എൻ്റെ ക്യാമറാമാൻ്റെയും എൻ്റെ മ്യൂസിക് ഡയറക്ടറുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് അവർക്ക് നന്നായി വന്നിട്ടുള്ളത്. ക്ലൈമാക്സ് അല്ല, ഒരു കഥപ്പെട്ട പര്യവസാനം മാത്രമേ ഉള്ളൂ. അവൻ പ്രകാശനായി മാറുന്നു എന്നുള്ളതല്ലാതെ. അതെ അതെ, ഇപ്പോൾ ഭൂമിയിലാണ് ഞാൻ പ്രകാശൻ എന്ന് പറയുമ്പോൾ അവൻ്റെ പരിവേഷങ്ങൾ അഴിഞ്ഞു വീണമെന്ന് ഓഡിയൻസിനെ ബോധ്യപ്പെടുത്തുന്ന നോക്കിയിട്ട് കഥ തീരാണ്. നേരത്തെ പ്ലാൻ ചെയ്ത് അത് ആ സീൻ ഇല്ല ആ സീൻ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ പ്രകാശിൻ്റെ പേരിട്ടത്. ഈ ലാസ്റ്റ് സീൻ ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാനത് സ്വയം പറഞ്ഞ് നോക്കിയിട്ടാണ് ആ പേര് തന്നെ ഫിക്സ് ചെയ്തത്, ഞാൻ പ്രകാശൻ. അവിടേക്കാണത് കൊണ്ടുവരുന്നത്. ഈ ടീനമോളുടെ കഥ തീരുന്നതോട് കൂടിയിട്ട് ഇവൻ്റെ മാറ്റം പൂർണ്ണമായി. പക്ഷേ അതിനൊരു ടൈലൻ്റ് ആവശ്യമുണ്ട്. അവൻ എങ്ങനെ മാറി, അവൻ എന്തിലേക്ക് എത്തി എന്നുള്ളത്, അതിന് ഒരു ടൈലൻ്റാണത്. അല്ലാതെ ഒരു കഥ, ആ കഥയുടെ ക്ലൈമാക്സ് അതങ്ങനെ വേണമെങ്കിൽ ആ കഥ ആ രീതിയിലുള്ള കഥയ്ക്കായിരിക്കണം. ചിലപ്പോൾ അങ്ങനെ ചില കഥ ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ പോലും ക്ലൈമാക്സ് എന്ത് അമ്മ അവളെയും കൊണ്ട് കയറി വരുന്നതാണ്, അപ്പനാണ് നല്ല നടൻ എന്ന് പറയുന്നതാണ്. എൻ്റെ മിക്കവാറും പടങ്ങളിൽ അങ്ങനെ ഒരു വലിയ ക്ലൈമാക്സിന് ഇതുണ്ടാവാറില്ല. ഇപ്പോൾ വിനോദയാത്ര എന്നുള്ള സിനിമയിൽ ഒക്കെ കുഞ്ഞു സീനുകളിലാണ് സിനിമ അവസാനിക്കുന്നത്. കാരണം ജീവിതത്തിലെ ക്ലൈമാക്സ് അത്രയേ ഉള്ളൂ. ഇതാണ് ശരിയെന്ന് എനിക്ക് തോന്നുമ്പോൾ അതാണ് ധൈര്യം. അതല്ലാതെ ഇത് ഓഡിയൻസിലേക്ക് അടിച്ചേൽപ്പിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല. ഇത് കറക്റ്റാണ് എന്ന് നമ്മുടെ മനസ്സിൽ പറയണം. അപ്പോൾ അത് കറക്റ്റാകുന്നു, ഓഡിയൻസിനത് ഇഷ്ടമാകുന്നു. നമുക്ക് നമ്മുടെ നിലപാടുകളിൽ നിന്ന് മാറാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. എനിക്ക് പുതിയ തലമുറയുടെ പല സിനിമകളും ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് ഞാൻ ആ സിനിമകളെ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ സിനിമകളുടെ രീതി തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അത് ഓഡിയൻസിനെ എന്ന് ഇഷ്ടപ്പെടാതിരിക്കുന്നു അന്ന് സ്വയം പിന്മാറുക എന്നല്ലാതെ ഞാനതിൽ തർക്കിച്ചും മത്സരിച്ചും മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോരുത്തരും സിനിമേനെ കാണുന്ന ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടല്ലേ. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കണ്ടൻറ്റിലേക്ക് ഒരു ഫിലിം മേക്കർ പടം കൊണ്ടുവരണമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പക്ഷേ കുഞ്ഞു സംഭവങ്ങളിലൂടെ ഇപ്പം സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന സാധനം ഒരു കുഞ്ഞു സംഭവമാണ്. അല്ലെങ്കിൽ തൊണ്ടിപുരം ദൃശാക്ഷി എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമാണ്. മായാനദി ചെറിയൊരു സംഭവമാണ്. അതൊക്കെ വളരെ നന്നായി പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമകളല്ലേ. കണ്ടൻറ് എന്ന് പറയുന്നത് പഴയ പോലെ ഒരു പെണ്ണിൻ്റെ കഥ, അതല്ലെങ്കിൽ വാഴുവമായും അത്തരം ഒരു വലിയ കഥ പറയുന്ന അത് കേൾക്കാൻ വരുന്ന ഓഡിയൻസിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു അത്ര ഡ്രമാറ്റിക് ആയിട്ടുള്ള സിനിമകൾ നല്ല രീതിയിൽ ചെയ്താൽ ചിലപ്പോൾ ഇപ്പോഴും സക്സസ് ആകുമായിരിക്കും. അതുപോലെ അല്ലാതെ എനിക്ക് തോന്നും ഓഡിയൻസിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പക്ഷഭേദമൊന്നുമില്ല. ഓഡിയൻസിന് നല്ലത് കിട്ടിയാൽ മതി. എന്തായാലും ആരെങ്കിലുമൊക്കെ പിന്നീട് വിമർശിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ ശ്രുതിനെ കൊണ്ട് ഒരു കോളേജ് ലെക്ചറാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ശ്രുതിനെ ഡോക്ടറാക്കാൻ പറ്റില്ല. എനിക്കതിനേക്കാൾ നല്ലത് അടിത്തറയുള്ള ഇപ്പോൾ ബർഗർ ഉണ്ടാക്കി കൊടുക്കുന്നു, വീട്ടിൽ ഹോം മെയ്ഡ് കേക്ക്സ് ഉണ്ടാക്കുന്നു, അങ്ങനെ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ ആളുകൾ ധാരാളം. അത് ഒരു എത്ര പഠിച്ച ആൾക്കാരുടെയും വീടുകളിൽ പലതും എൻ്റെ ചേട്ടൻ്റെ മകൻ്റെ വൈഫൊക്കെ നല്ല കേക്ക്സും ഹോം മെയ്ഡ് ചോക്ലേറ്റ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നും ഒരു ദാരിദ്ര്യത്തിലുള്ള ആൾക്കാരൊന്നുമല്ല, പക്ഷേ അത് അവരുടെ ഒരു ജോലിയാണ്. അത്തരം ഒരു ക്യാരക്ടറിനെ ഇതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളൂ. അവൾ പച്ചക്കറിയും ചെയ്യും. സ്വയം പര്യാപ്തതയുള്ള പെണ്ണുങ്ങൾ തന്നെയാണ് എൻ്റെ സിനിമകൾ പലപ്പോഴും. സംയുക്ത വർമ്മയായാലും മീര ജാസ്മിൻ ആയാലും അത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നായികമാർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിടന്നാലും മെയിൻ കറിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ വിമർശനങ്ങൾ ഉണ്ടാവട്ടെ, നല്ല വിമർശനങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതെ.